ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമനാമം ജപിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭം എന്ന് പറയപ്പെടുന്ന 1980-കളിൽ 81-82 കാലഘട്ടത്തിലാണ് രാമായണ മാസാചരണം കേരളത്തിൽ ആരംഭിക്കുന്നത്. അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ മലയാളത്തിലുള്ള കൃതിയാണ് എല്ലാ ദിവസവും രാവിലെ വായിക്കുന്നത്. അതിൽ പല രീതികളിൽ നമുക്കിന്ന് രാമായണം 175ഓളം രാമായണം ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. 300-ലേറെ രാമായണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓരോന്നിലും കഥയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ രാമായണ മാസാചരണം കേരളത്തിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ്, കിളിപ്പാട്ടാണ് എല്ലാവരും ചൊല്ലുന്നത്. അതിനോടൊപ്പം ഈ മാസാചരണ സമയത്ത് ഇങ്ങനെ നിങ്ങളുമായി സംവദിക്കാനൊരു ചെറിയൊരു അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാമായണമായിട്ട് മുഴുവനായിട്ട് എടുക്കാതെ ഭരതൻ ഹനുമാനോട് ചോദിക്കുന്നു, പാതുക വെച്ച് പൂജ ചെയ്ത് രാജഭരണം ഏറ്റെടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ ഒരു ശ്ലോകത്തിൽ രാമായണം പറയുന്നു. അതാണ് ഏകശ്ലോകി രാമായണം. ചിലർ പറയുന്നു ഇതിന് 24,000 ശ്ലോകങ്ങൾ പറയുന്നതിൻ്റെ ആ ഫലം തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ചിലർ പറയുന്നു അങ്ങനെയില്ല, രാമായണം തന്നെയാണ് ചൊല്ലേണ്ടത്. ഏതെങ്കിലും രീതിയിൽ, ചെറിയ രീതിയിൽ രാമനെയും ആ ദിവ്യ സാന്നിധ്യത്തെയും നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത് നല്ലതാണ്. അത് ഈ മാസം എന്നല്ല, എല്ലാ ദിവസവും. മദേഴ്സ് ഡേ ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ അമ്മയെ നിന്ദിക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് രാമായണ മാസാചരണം അതുപോലെ തന്നെ നടക്കട്ടെ. ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് രാമായണത്തിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പോൾ ശ്ലോകം ഇപ്രകാരം: അധൗ രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതാധിരാമായണം. ഇതിൽ ആദ്യം രാമൻ തപോവനത്തിലേക്ക് ഗമിച്ചു എന്ന് പറയുന്ന അവിടം തൊട്ട്, അതായത് ഭരതനെ കണ്ടതിന് ശേഷം കാട്ടിലേക്ക് പോയ സമയത്ത് എന്ത് സംഭവിച്ചു? ഹത്വാ മൃഗം കാഞ്ചനം, മാരീചനെ വധിച്ചു. അതിനുശേഷം വൈദേഹിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു. ജടായുമരണം, സുഗ്രീവ സംഭാഷണം, അതിലൂടെ ബാലി നിഗ്രഹണം നടന്നതിന് ശേഷം സമുദ്രതരണം, ഹനുമാനാൽ ലങ്ക ദഹിപ്പിക്കപ്പെടുന്നു, ലങ്കാദഹനം. പശ്ചാത് രാവണ കുംഭകർണ ഹനനം, അതിനുശേഷം രാവണനെയും കുംഭകർണനെയും വധിച്ചു. ഇതാണ് രാമായണം എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ ഒരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്താണ് ഈ സംഭവങ്ങൾക്ക് പ്രാധാന്യം? ബാക്കിയുള്ളതൊന്നും പറയാത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതിൽ ആദ്യം തപോവനത്തിലേക്ക് പോകുന്ന രാമൻ, അവിടെ മൃഗം കാഞ്ചനം, അവിടെ കാഞ്ചനം എന്ന് പറയുന്നത് സ്വർണ്ണമൃഗം അല്ലെങ്കിൽ സ്വർണ്ണമാൻ, മാരീചൻ എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും തപോവനം എന്ന് പറയുമ്പോൾ തപസ് ചെയ്യുന്ന വനം എന്നും അർത്ഥമില്ലേ? അപ്പോൾ നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ഹനിക്കേണ്ടത് ഈ സ്വർണ്ണമൃഗം അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയാണ് എന്നും ഒരർത്ഥമുണ്ടാവാം. വൈദേഹീഹരണം, ജീവാത്മാവ് വൈദേഹിയാണെങ്കിൽ പരമാത്മാവ് രാമനാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കമ്പാരിസണിൽ വൈദേഹീഹരണം, ജടായുമരണം. ജടായുമരണം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള വിഷയങ്ങളിലേക്ക് ചെന്ന് നമ്മൾ എന്തെങ്കിലും ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ, സീതയെ രാവണൻ കട്ടുകൊണ്ട് പോകുന്നതിൽ ഇടയിൽ വന്ന ജടായു ഹനിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ നമ്മൾ ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെയാവുമ്പോൾ ജടായു മരണത്തിന് പ്രാധാന്യം അങ്ങനെ വരുന്നു. സുഗ്രീവ സംഭാഷണം, അങ്ങനെ ഒരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നത് തെറ്റാണ്. ആ തെറ്റിനെ തിരുത്താൻ രാമൻ ബാലിയെ നിഗ്രഹിക്കുന്നു. അതാണ് അടുത്ത മൂമെന്റ്. അപ്പോൾ തെറ്റുകൾ ചെയ്യാതെ തപോവനത്തിൽ ഗമിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങൾ വെടിഞ്ഞ് നമ്മുടെ ജീവാത്മാവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതകളെല്ലാം മനസ്സിലാക്കി അവിടെ ഇടയിൽ വരുന്നവർ ഹനിക്കപ്പെടുന്നു. അതിൽ സുഗ്രീവ സംഭാഷണത്തിലൂടെ അങ്ങനെയുള്ള തെറ്റുകൾ തിരുത്താനുള്ളൊരു അവസരം ലഭിക്കുന്നു. സമുദ്രതരണം, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുശേഷം ലങ്കാപുരി ദഹനം, അഹങ്കാരത്തിനെ നമ്മൾ
മർദ്ദനം ചെയ്യണം. അഹങ്കാരത്തെ നമ്മൾ ദർപ്പദംശം എന്ന് പറയും, അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കുക. അതിനുശേഷം രാവണ കുംഭകർണാദി ഹനനം. അതിൽ വിഭീഷണനെ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വിഭീഷണൻ രാമന്റെ വശത്തേക്ക് മാറി. രാവണനും കുംഭകർണനും കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡിലുമുള്ള തെറ്റുകൾ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ രാമ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ടില്ലാതാക്കുക. അയനം എന്ന് വച്ചാൽ അദ്ദേഹത്തിന്റെ കാഴ്ചയിലൂടെ. ഇതായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട മാറ്റങ്ങൾ. അങ്ങനെ രാമായണം ഒരു പുസ്തകമാക്കി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ലെസനാക്കി എടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദുഃഖം നിറഞ്ഞ ഈ രാമായണം, അതിൽ ദുഃഖങ്ങൾ മാത്രമാണ് പറഞ്ഞു തുടങ്ങുന്നത്. അത് ദശരഥന്റെ ആദ്യകാലം തൊട്ട് പുത്രശോകം ത്തിൽ മരിക്കും എന്ന് ആ മുനിവര്യൻ ശപിക്കുന്നതിലൂടെ ആ ശാപം ഏറ്റുവാങ്ങിയപ്പോൾ വശിഷ്ഠനും പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കിപ്പോൾ കുട്ടികളില്ല, നീ പുത്രശോകത്തിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് കുട്ടികൾ ഉണ്ടാവും എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ദുഃഖങ്ങളെ നമ്മൾ തരണം ചെയ്യേണ്ടത്, സമുദ്രതരണം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു നല്ല പാഠമാണ് രാമായണം. രാമായണം വെറുമൊരു കഥയായി കാണാതെ ജീവിതചര്യയിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല കാര്യങ്ങൾ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം സുഗമമാകും. ഇതിൽ വിഷ്ണു സഹസ്രനാമത്തിൽ പാർവതീദേവി ഒരു വിഷയം ചോദിക്കുന്നുണ്ട് മഹേശ്വരനോട്. എല്ലാവർക്കും ഒന്നും വിഷ്ണു സഹസ്രനാമം ചെയ്യാൻ പറ്റില്ലല്ലോ മഹേശ്വര, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മഹാദേവൻ പറയുകയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. 1000 പേരുകൾ പറയുന്നതോ അല്ലെങ്കിൽ 100 പേരുകൾ പറയുന്നതോ എല്ലാം ഉപരി ഒരു പേര് പറയുക, രാമ 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 എന്ന് പറയുക. രാമ എന്ന് വെച്ചാൽ ഇരുട്ടില്ലാതാക്കുക. അപ്പോൾ ഭഗവാനോട് പറയേണ്ടത്, എൻ്റെ മനസ്സിലും കണ്ണിലും വരാൻ സാധ്യതയുള്ള ആ ഇരുട്ടിനെ നീക്കം ചെയ്ത് നേർവഴിക്ക് നയിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് നല്ല ജീവിതമുണ്ടാകട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവം കൃഷ്ണാർപ്പണം.